ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീനാരായണ ധർമ്മത്തിൻ്റെ ജാതി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഗുരു ശാസ്ത്രീയമായും താത്വികമായും അതുപോലെ ജീവശാസ്ത്രപരമായും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഒരറിവ് ഉണ്ടാകുമ്പോൾ പിന്നെ ഇല്ലാത്ത ഒരു ജാതിയുടെ പേരിൽ അഭിമാനിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. പക്ഷേ എത്രയോ ജന്മങ്ങളിലൂടെ രൂഢമൂലമായിട്ടുള്ള ഈ മിഥ്യാധാരണ പൊളിച്ചെഴുതുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള അറിവുകൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധ മുതിർന്നവർക്ക് ഉണ്ടാകണം. അപ്പം അങ്ങനെ ഒരു മാതാപിതാക്കൾ മാതൃകയായി ഇരുന്നാൽ മാത്രമേ അതിനെ വേരോടുകൂടി പിഴുത് എറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ രീതിയിലുള്ള ഒരു അറിവാണ് വേണ്ടുന്നത്. അപ്പോൾ ഗുരു അടുത്ത ശ്ലോകങ്ങളിലൂടെ എന്താണ് കൂടുതൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കാരണം ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള അറിവ് ആണ് നമുക്ക് വേണ്ടുന്നത്. അറിവിലൂടെ മാത്രമേ ഈ അറിവില്ലായ്മയെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പൃഥക് ജാതി പരിച്ഛിന്ന വ്യക്തീനാം മൂർത്തിരാകൃതി സ്വരോ ഗന്ധോ രസസ്പർശ പൃഥക് പൃഥക് അപേക്ഷതേ. വ്യക്തീനാം വ്യക്തികളുടെ പൃഥക് ജാതി പരിച്ഛിന്ന വെവ്വേറെയുള്ള ജാതികളാൽ പരിച്ഛേദിക്കപ്പെട്ട മൂർത്തി ശരീരം, ആകൃതി അതിൻ്റെ ആകൃതി, സ്വരഃ സ്വരം, ഗന്ധഃ ഗന്ധം, രസഃ സ്പർശഃ രസവും സ്പർശവും, പൃഥക് പൃഥക് അപേക്ഷതേ അത് പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത ജാതികളിലുള്ള വ്യക്തികളുടെ ശരീരം, ആകൃതി, സ്വരം, ഗന്ധം, സ്പർശം ഇവ വെവ്വേറെയായി തന്നെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ജാതി വ്യക്തം വപു സ്വസ്യ ജാതിം വ്യഞ്ജയതി സ്വയം ചക്ഷുഷ്മാൻ നാനുയുഞ്ജീത കാ ജാതിരിതി ബോധവാൻ. ഇപ്പം ജാതി വ്യക്തം, ജാതിയാൽ വ്യക്തമാക്കപ്പെട്ട സ്വസ്യവപു തൻ്റെ ശരീരം, സ്വയം തന്നെത്താൻ, ജാതിയെ വ്യഞ്ജയതി പ്രകാശിപ്പിക്കുന്നു, ബോധവാൻ അറിവുള്ളവനായിട്ട് ഉള്ള ഒരു വ്യക്തി, ചക്ഷുഷ്മാൻ കണ്ണുള്ളവൻ, കാ ജാതി ഇതി ഒരാളിനെ കണ്ടാൽ ഏത് ജാതിയാണെന്ന് ന അനുയുഞ്ജീത അവൻ ചോദിക്കില്ല. കാ ജാതി ഇതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്. അപ്പോൾ ഇവിടെ ഗുരു പറയുന്നത് ഒരു വ്യക്തിയുടെ
ശരീരം ആ വ്യക്തി ഏത് ജാതിയിൽപ്പെട്ടവനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നു. അതുകൊണ്ട് ബോധവും കണ്ണുമുള്ളവൻ ഒരുത്തനെ കണ്ടാൽ അവൻ്റെ ജാതിയെപ്പറ്റി ചോദിക്കുന്നില്ല. അപ്പോൾ വളരെ ലളിതമാണ് ഇവിടെ ഗുരു പറയുന്ന, തിരിച്ചറിയാൻ പറയുന്ന ലക്ഷണങ്ങൾ. അത് ഒരിക്കൽ ഗുരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സംഭവിച്ച ആ സംഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ജീവചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പേര് ചോദിച്ചു, അതുപോലെ പിന്നീട് ജാതി ചോദിച്ചു. അപ്പോൾ ഗുരു അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കാറുണ്ട്, കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല എന്നുത്തരം. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ എന്തുകൊണ്ടാണ് ഗുരു അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു യുക്തിയുക്തമായിട്ടുള്ള ഉത്തരം പറഞ്ഞത്? നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ശാസ്ത്രീയത മനസ്സിലാകുന്നത്. അതായത് ഓരോ ജാതിയിൽപ്പെട്ട, അതായത് മനുഷ്യൻ്റെ ജാതിയിൽ മനുഷ്യനെ മനുഷ്യനൊരു മനുഷ്യത്വം എന്നുള്ളത് ഒരു ജാതിയാണ്. അവൻ്റെ ശരീരത്തിൻ്റെ ഘടന, അതിൻ്റെ മറ്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ടാലറിയാം ആ മനുഷ്യനാണോ ഇല്ലയോ. ഇപ്പോൾ നിരർത്ഥകമായിട്ടുള്ള മറ്റ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യാദികൾ ജാതി അല്ല എന്നുള്ളത് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പശുവിനെ കാണുമ്പോൾ അത് പശുവാണെന്ന് നമ്മൾ ചോദിക്കാതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ പോത്തിനെ കാണുമ്പോൾ, സിംഹത്തെ കാണുമ്പോൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അതിനെ പ്രത്യേകിച്ച് നമ്മൾ അതിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മനുഷ്യരുടെ ഇടയിൽ മാത്രം എന്താണ്, അവൻ ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്നുള്ള ചില തെറ്റായിട്ടുള്ളത്, എത്രയോ പഴക്കമുള്ള ഒരു സംഭവമാണ്. ഞാനും അതുപോലെ ഒരിക്കൽ ഗുജറാത്തിൽ ശങ്കരമഠത്തിൽ പോകുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ സന്യാസിമാരോട് ഒന്നും ഒരിക്കലും ചോദിക്കേണ്ടാത്ത ഒരു കാര്യമാണ് ജാതി. പക്ഷേ ആ ശങ്കരമഠങ്ങളിൽ, എല്ലാ ശങ്കരമഠങ്ങളിലും അങ്ങനെ തന്നെയാണ്. ആ ശങ്കരമഠത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നൊരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളാണ്? ബ്രാഹ്മണനാണെങ്കിൽ അകത്ത് പോയിക്കോളൂ, എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള, എന്തിൻ്റെ ബേസിലാണ് അവരങ്ങനെ ചോദിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്? അത് അവിടെ മാത്രമല്ല, നമ്മുടെ ഇവിടെയും എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം ആയിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. കണ്ണു തുറന്നു നോക്കിയാൽ ചിലരത് നേരിട്ട് ചോദിക്കുന്നു, ചിലർ വളഞ്ഞ വഴിയിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഗുരു വളരെ ലളിതമായിട്ട് പറയുകയാണ്, എന്ത്, ഒരാളെ കണ്ടാൽ തന്നെ അറിവുള്ളവൻ, ബോധവാൻ, ഗുരു പറയാണ് ബോധവാനായിട്ട്. കാരണം അറിവുള്ളവന് കണ്ണുകൊണ്ട് തന്നെ, കണ്ണ് തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും അവൻ ഏതാ ജാതി, അവൻ ഏത് ജാതിയിൽപ്പെട്ടതാണ്. അത് മനുഷ്യനാണ്, മനുഷ്യജാതിയിൽപ്പെട്ടതാണെന്നുള്ള അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഗുരു പറയുന്നത്. അപ്പം നമുക്ക് പ്രമാണമായിട്ട് ഗുരു എന്ത് പറഞ്ഞു അത് മാത്രം എടുത്താൽ മതി. മറ്റാര് പറഞ്ഞത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. വ്യാപാരദേശ ഭാഷാഭി യാ സംജ്ഞ നിഗദ്യതേ താം താം വദന്തീഹ ജാതിം പാമര നതു പണ്ഡിതാഹ. ഈ ലോകത്തിൽ വ്യാപാരദേശ ഭാഷാഭി, എന്താണ്, പ്രവൃത്തി, ദേശം, ഭാഷ ഇവയാൽ യാ ഏതേത് സംജ്ഞ പേര്, നിഗദ്യതേ പറയപ്പെടുന്നു, പാമരാഹ അജ്ഞന്മാർ, താം അതിനെ എന്താണ്, ജാതി എന്ന് വദന്തി പറയുന്നു, നതു പണ്ഡിതാഹ പണ്ഡിതന്മാർ പറയുന്നില്ല. അതായത്
ഒരാളുടെ പ്രവൃത്തി കൊണ്ടും ഭാഷ കൊണ്ടും ദേശം കൊണ്ടും കൽപ്പിക്കുന്ന പേര് അവരുടെ ജാതിയാണെന്ന് പറയുന്നത് മൂഢന്മാരാണ്, അറിവില്ലാത്തവരാണ്. പണ്ഡിതന്മാർ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഒക്കെ ചുറ്റുപാടും എന്താ ചെയ്യുന്നത്? അവൻ്റെ പ്രവൃത്തി കണ്ടിട്ട് അവൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് പറയുന്നു. ഭാഷ, അതുപോലെ ദേശം, ഇതുകൊണ്ടൊക്കെ ഓരോ രീതിയിലും ആളുകൾ തെറ്റായിട്ടുള്ള സന്ദേശങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി ഇവിടെ വന്ന സമയത്ത് ജാതിയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ആ സമയത്ത് ഗുരു ചോദിക്കുന്നുണ്ട് ജാതിയുടെ നിരർത്ഥകതയെക്കുറിച്ചും ഒക്കെ. തമ്മിൽ സംഭാഷണങ്ങൾ നടക്കുമ്പോൾ ഗാന്ധിജി വളരെ ആകാംക്ഷയോടുകൂടി ഇവിടെ നിന്ന കുട്ടികളുടെ ജാതി തിരിച്ചറിയാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തുമ്പോൾ മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിനുശേഷമാണ് ഗുരുദേവൻ ആ മാവിൻ്റെ ശാഖ അല്ലെങ്കിൽ മാവിൻ്റെ ആ ഇലകൾ ചൂണ്ടിക്കാട്ടി ഉദാഹരണമൊക്കെ പറയുന്നത്. അതിൻ്റെ സത്ത എടുത്ത് നോക്കുമ്പോൾ, അതിൻ്റെ ചാറ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് യാതൊരു ഭേദവ്യത്യാസവുമില്ല എന്നുള്ള ചർച്ച നടക്കുമ്പോൾ ഗുരു അഭിപ്രായപ്പെടുന്നുണ്ട്, ഈ ജാതിയുടെ രൂഢമൂലത മഹാത്മജി മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ അത് മനസ്സിലാക്കണമെങ്കിൽ എത്രയോ ജന്മങ്ങൾ ഇനിയും വേണ്ടി വരും. കാരണം അത്ര രൂഢമൂലമാണ് ഈ അന്ധമായിട്ടുള്ള ഇല്ലാത്ത ജാതിയുടെ വേരോട്ടം. അതുകൊണ്ട് അറിവുള്ള ആരും ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള നോക്കിയിട്ട് അവരെ നമുക്ക് അങ്ങനെ വേർതിരിച്ച് മാറ്റി നിർത്താൻ പറ്റില്ല. അത് അറിവില്ലായ്മയാണ് എന്ന് ഗുരു പറയുകയാണ്. ജ്ഞാനവാരാശി ജന്യാനം സർവേഷാം വപുഷാമിഹ ബീജം സാമാന്യസലിലം മൂലം ചേത്യഭിധീയതേ. ജ്ഞാനവാരാശി ജന്യാനം, ജ്ഞാനമാകുന്ന സമുദ്രത്തിൽ നിന്നും ഉൽപ്പന്നങ്ങളായവ, സർവേഷാം വപുഷാം എല്ലാ ശരീരങ്ങൾക്കും, സകല ചരാചരങ്ങൾക്കും എന്താണ്? ഇഹ ഇവിടെ ബീജം വിത്ത്, മൂലം അതിൻ്റെ നാരായ വേര്, സാമാന്യ സലിലം സാമാന്യമായിട്ടുള്ള ജലം, അതായത് ജ്ഞാനസമുദ്രം, ഇത് അഭിധീയതേ ആണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ സകല ചരാചരങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണമായിട്ട് നിൽക്കുന്നത് ജ്ഞാന സമുദ്രമാണ്. അപ്പോൾ ഉൽപ്പത്തിക്ക് കാരണമായ ബീജം ജ്ഞാനാകാരമായ ജലാശയമെന്ന് പറയുന്നു. ദൃശ്യവസ്തുക്കളെല്ലാം ഒരു ജാതിയിൽപ്പെടുന്നതാണ്. ദേശകാല ഭേദേന നാനാത്വം കൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ദേശകാല ഭേദം കൊണ്ട് മാത്രമാണ് ഓരോന്നിൻ്റെയും എന്താണ് അതിന് വെവ്വേറെ നാനാത്വം എന്ന് പറഞ്ഞാൽ വെവ്വേറെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഒരേ ജ്ഞാനത്തിൽ നിന്നും ആണ് ഇതെല്ലാം ഉണ്ടായത്. തന്മനുഷ്യേ മനുഷ്യത്വം ഗവി ഗോത്വം ച വാനരേ വാനരത്വം പികേ തദ്വത് പികത്വം ജാതിരുച്യതേ. തത് മനുഷ്യേ, അതിനാൽ മനുഷ്യനിൽ മനുഷ്യത്വവും ഗവി പശുവിൽ, ഗോത്വം പശുധർമ്മവും, വാനരേ കുരങ്ങിൽ വാനരത്വം വാനരധർമ്മവും, തദ്വത് അതുപോലെ, പികേ കുയിലിൽ, പികത്വം ച കുയിലിൻ്റെ ധർമ്മവും, ജാതി ഉച്യതേ അതുകൊണ്ട് ജാതി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ മനുഷ്യനിൽ മനുഷ്യത്വം, പശുവിൽ പശുത്വം, കുരങ്ങിൽ വാനരത്വം, കുയിൽ പികത്വം, ഇവ ഓരോന്നും ജാതി ആണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന്. മനുഷ്യൻ്റെ ആ മനുഷ്യത്വത്തിൻ്റെ മഹത്വം
അങ്ങനെ വരുമ്പോഴാണ് ഓരോരുത്തരിലും ആ കുടികൊള്ളുന്ന ചൈതന്യം, ആ ജ്ഞാന സമുദ്രം എന്നൊക്കെ പറയുമ്പോൾ അവിടെ പരമ്പൊരുൾ മാത്രമാണ് ഉള്ളത്. അതാണ് എല്ലാവരിലും സാക്ഷിയായി വർത്തിക്കുന്നത്. അതല്ലാതെ ബാഹ്യമായിട്ട് ശരീരത്തിൻ്റെ നിറവും അതുപോലെ ശബ്ദവും അതുപോലെ ഗന്ധവും ഒന്നും നോക്കിയിട്ടായിരിക്കരുത് വിലയിരുത്തേണ്ടത്. അതിൻ്റെ ഗുരുദേവൻ സൂചിപ്പിച്ച പോലെ ആ വലിയ ഒരു മാവിൻ്റെ പലതരത്തിലുള്ള ശാഖകളിൽ നിന്നും പല വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള ആ ഇലകൾ നമ്മൾ പറിച്ചെടുത്ത് അതിന് സത്തെടുത്ത് നോക്കുമ്പോൾ അത് യാതൊരു മാറ്റവുമില്ലാതെ ഒരേ സത്തായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യം തന്നെയാണ് ഓരോരുത്തരിലും, മനുഷ്യരിലും മൃഗങ്ങളിലും അതുപോലെ എല്ലാത്തിലും നിലനിൽക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ഈ രൂപത്തിലും അല്ലെങ്കിൽ അവൻ്റെ ശബ്ദത്തിലും അവൻ്റെ ജോലിയിലും അവൻ്റെ ദേശത്തേക്കും ഭാഷയൊക്കെ അടിസ്ഥാനപ്പെടുത്തി അവൻ ഇന്ന ജാതിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആ ഒരു സംസ്കാരം സനാതന സംസ്കാരമല്ല, മറിച്ച് അത് അറിവില്ലാത്തവരുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്നാണ്. അപ്പം അത്രമാത്രം അത് ശാസ്ത്രീയമായി ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്ന് കൊടുക്കുമ്പോഴാണ് വരും തലമുറ ഇങ്ങനെ ജാതി ഭേദമില്ലാതെ എല്ലാവരിലും ഒരേ ഇതിനെ കണ്ട് അവർക്ക് ഇവിടെ പെരുമാറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഇപ്പോഴും അത് നമുക്ക് എത്ര വലിയ വേദാന്തം പറയുന്ന ആളുകളിലും ഈ ഒരു ഞാൻ സൂചിപ്പിച്ചില്ലേ ആശ്രമങ്ങളിൽ പോലും അങ്ങനെ ഒരു ചിന്ത ശക്തമായിട്ട് നിലനിൽക്കുന്നു എങ്കിൽ പിന്നെ ഇത്രയും ഉദാത്തമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ ഉടമകളാണ് നാം എന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് വലിയ ഒരിക്കലും നമുക്കത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കുക. വടക്കേ ഇന്ത്യയിൽ ഒക്കെ ഇപ്പോഴും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ഇത്രയും ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ സന്യസിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം കൊടുക്കാറുള്ളൂ. ഓർത്തഡോക്സ് ആയിട്ടുള്ള യാഥാസ്ഥിതികരായിട്ടുള്ള ആശ്രമങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ അത് ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വന്നുണ്ട്. അതൊക്കെ നടന്ന് സഞ്ചരിച്ചതുകൊണ്ട് നേരിട്ടുള്ള ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ണോടിക്കുമ്പോഴും. ഇപ്പോൾ ഞാൻ ആശ്രമങ്ങൾ എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം, ആശ്രമങ്ങളിലാണ് ഉപനിഷത്തും ഗീതയും ബ്രഹ്മസൂത്രവും അതുപോലെ ഇപ്പോൾ ഗുരുദേവ കൃതികളും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ പഠിച്ചിട്ടും ഈ ഗുരുദേവൻ്റെ അവതാരം ഏതൊന്നിനു വേണ്ടിയായിരുന്നു? ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത ഒരു സോദരത്വേന വാഴുന്ന ഒരു സമൂഹം, ഒരു രാജ്യം അല്ലെങ്കിൽ ലോകം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിൽ വേണ്ടിയിട്ടാണ് ഗുരു ഇവിടെ അവതരിച്ചത്. പക്ഷേ അതിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ അതിൻ്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ എത്രമാത്രം നമ്മൾ മുന്നേറിയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചിലർ പറയുന്നത് നമ്മൾ ജാതി, മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളെന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ പറയണം. പക്ഷേ പരമഗുരുവിനെയാണ് നമുക്ക് മാതൃകയാക്കേണ്ടത്. ഗുരുവാണ് നമുക്ക് ഈ രീതിയിൽ ജീവിക്കാനുള്ള അവസരം നൽകിയത്. അതുകൊണ്ട് ഇന്ന് ഈ ജാതിയെക്കുറിച്ച് പറയണമെന്ന്
പറയണവർക്ക് യാതൊരു ബോധവുമില്ലാതെയാണ് അതൊക്കെ പറയുന്നത്. അത് നമ്മൾ ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഗുരു അങ്ങനെ ഒരു മഹത്തായ ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് എപ്പോഴും. അങ്ങനെയുള്ളവർ ഗുരുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇന്ന് ജാതി പറയണം, മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറയണം എന്നല്ല നമ്മൾ പറയേണ്ടത്. മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ആ ഐക്യമുണ്ടാകണം. ഇത് ആ ഐക്യമില്ല. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവർ സംഘടിച്ച് ശക്തരാകാൻ ഗുരു പറഞ്ഞു. സംഘടിച്ച് ശക്തരാകാത്തത് കൊണ്ടാണ് നമുക്ക് പലതും നേടാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഗുരുവിൻ്റെ വാക്കിൽ നമുക്ക് 100% ആ രീതിയിൽ ശ്രദ്ധ വന്നിട്ടില്ലെന്നാണ്. അപ്പോൾ ബാലിശമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ ഗുരുവിനെ നിന്ദിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ ജാതി വിചാരം അത് നമ്മൾ വേരോട് കൂടി പറിച്ച് കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മാറണമെങ്കിൽ ഈ രീതിയിലുള്ള അറിവ് നമുക്ക് ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഗുരു എന്താ പറയുന്നത്? തസ്മാത് സർവമനുഷ്യാണാം ജാതിരേഖ നിരൂപിത വേഷഭാഷ ദേശഭേദൈർ വികൽപ്പം നാനുഗച്ഛതി. എന്താണ് തസ്മാത്? അതുകൊണ്ട് സർവ മനുഷ്യാണാം എല്ലാ മനുഷ്യരുടെയും ജാതി ഏക നിരൂപിത ഒന്ന് തന്നെ എന്ന് നിരൂപിക്കപ്പെട്ടു. വേഷഭാഷ ദേശഭേദൈഹി. ഇപ്പോൾ വേഷം, ഭാഷ, ദേശം ഈ ഭേദങ്ങളാൽ വികൽപ്പം വ്യത്യാസം എന്താണ്? ന അനുഗച്ഛതി. അത് വ്യത്യാസം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത് വ്യത്യാസത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറയുന്നു. ഇപ്പം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജാതി ഒന്നേ ഉള്ളൂ. ഏതാണ്? മനുഷ്യത്വം. മനുഷ്യാണാം മനുഷ്യത്വം ജാതി. ദേശകാല ഭാഷകളാൽ ആ ജാതിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നതല്ല. അപ്പോൾ ഒരു കാരണവശാലും ഈ രീതിയിൽ ശാസ്ത്രീയമായി നമ്മൾ അതിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ എല്ലാവരും ഒറ്റ ജാതിയിൽപ്പെട്ടവരാണ്. മനുഷ്യജാതി മാത്രമേ ഉള്ളൂ, മനുഷ്യത്വം എന്നുള്ള. ബാക്കിയെല്ലാം നമ്മൾ എഴച്ചു കെട്ടിയതാണ്. അത് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ചില ഗുണങ്ങളുടെ വ്യത്യാസം കൊണ്ട് നമ്മൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരെന്നൊക്കെ പറയും. അത് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറയുന്നുണ്ട്. അവിടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപനിഷത്തൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ 108 മന്ത്രങ്ങൾ, ഗുരുവിൻ്റെ മന്ത്രങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ ബ്രാഹ്മണത്വാദി ജാതിരഹിതായ നമഃ നമ്മളവിടെ പഠിച്ചു. അതുപോലെ യഥാർത്ഥ ബ്രാഹ്മണൻ ആരാണെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മ ജാനാതി ഇതി ബ്രാഹ്മണ, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവൻ, അറിഞ്ഞവൻ, അവൻ ബ്രാഹ്മണനാണ്. അപ്പോൾ നമ്മുടെ മാണ്ഡൂക്യ ഉപനിഷത്തിലെ ഛാന്തോക്യ ഉപനിഷത്തിൽ ഉദ്വാലക മഹർഷി സ്വന്തം പുത്രനോട് പറയുന്നുണ്ട്, നമ്മുടെ കുലത്തിൽ എന്താണ് ബ്രഹ്മജ്ഞാനിയെപ്പോലെ ആരും ഉണ്ടായിട്ടില്ല. കാരണം ബ്രഹ്മജ്ഞാനിയേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പോലെ അല്ലേ, ബ്രഹ്മജ്ഞാനിയെ പോലെ അങ്ങനെയല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഓരോരുത്തർക്കും ആ ബ്രാഹ്മണൻ ആ രീതിയിൽ എന്താണ് ബ്രഹ്മജ്ഞാനം നേടിയവരായിട്ടുള്ള ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. ഗുരു ശ്രമിച്ചത് അതാണ്. ഈ ശൂദ്രഭാവത്തിൽ നിന്ന്, അതായത് ദുഃഖിതൻ്റെ തലത്തിൽ നിന്ന് അവൻ ഏറ്റവും
ഉയർന്ന തലത്തിലേക്ക്, അതായത് സാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം അഥവാ ബ്രഹ്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, പല പേരുകൾ നമുക്ക് പറയാം. ആ തലത്തിലേക്ക് അവൻ ഉയരണം, അല്ലെങ്കിൽ അവൻ്റെ സ്വരൂപത്തിലേക്ക് അവൻ ഉണരണം. രണ്ടും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഉണരുക എന്നുള്ളതാണ്. കാരണം ഇതിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ഈ തീക്കനൽ അല്ലേ, ചാരം കൊണ്ട് മൂടിക്കിടക്കുന്ന പോലെയാണ്. നമ്മുടെ ഉള്ളിൽ ഈ അറിവ്, ഈ ചൈതന്യം അവിടെ ഉണ്ട്, പ്രകാശം. പക്ഷേ അജ്ഞാനം കൊണ്ട് അത് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അജ്ഞാനത്തെ നമ്മൾ മാറ്റുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതുതായിട്ട് ഉണ്ടാകുന്ന ഒന്നല്ല, അത് ഒരു തിരിച്ചറിവാണ്. തത്വമസി എന്ന് പറയുമ്പോൾ അത് നീയാണ് എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള തലത്തിലേക്ക് അവൻ കൺതുറക്കുകയാണ്. പുതുതായിട്ട് കണ്ടുപിടിക്കുകയല്ല, നമ്മൾ തിരിച്ചറിയുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും ഉദാത്തമായിട്ടുള്ള ഒന്നിലേക്ക് നമ്മൾ കൺതുറക്കുന്നതിന് പകരം ഈ ആവശ്യമില്ലാത്ത ജാതി വിചാരങ്ങൾ കൊണ്ട് നശിച്ച് കാമക്രോധാദികൾ കൊണ്ട് നമ്മളാകെ തരിപ്പണമാകുന്ന ഒരു തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മഹർഷിമാരെല്ലാവരും പറയുന്നത് എന്താണ്, നമ്മളെല്ലാവരും എന്താണ് ഈ ബ്രാഹ്മണ തലത്തിലേക്ക്, അതായത് ആ ഗുണത്തിലേക്ക് ഉണരാനാണ് പറയുന്നത്. അത് ജാതിയല്ല ഒരിക്കലും. അപ്പം അങ്ങനെ ആരാണോ ഉള്ളത്, അപ്പോൾ ഗുരു ആ തലത്തിൽ സാക്ഷാത്കാരം നേടിയ മഹർഷിയാണ്. അപ്പോൾ ആ ഗുരുവിനെ നമ്മൾ അനുസന്ധാനം ചെയ്യുമ്പോൾ, ഗുരുവിനെ നമ്മൾ പിന്തുടരുമ്പോൾ, നമ്മൾ ഗുരുവിൻ്റെ അനുയായികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശിഷ്യന്മാരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തെളിച്ചം നമുക്ക് ഉണ്ടാകണം. ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ആ വെളിച്ചത്തിലേക്ക് നമുക്ക് കൺതുറക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ലോകത്തുള്ള എല്ലാവരും ഒരേ ചൈതന്യം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഒരേ ഒരു ജാതി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒരു ഇതിലും നമുക്ക് ആരെയും വേർതിരിച്ച് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. ഇന്ന് കാണുന്ന ബാലിശമായിട്ടുള്ള ജാതിയും എന്താണ്, അത് അറിവില്ലായ്മയിൽ നിന്ന് ഉയർത്തിയ ഒന്നാണ്. അതിനെല്ലാം നമുക്ക് തകർത്ത് തരിപ്പണമാക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെയോ അതോ ജാത്യൈക്യതോ മർത്യാഹ സാഹോദര്യ വിഭൂതയ സർവൈശ്വര്യ സമായുക്ത വർത്തേരൻ വീതമത്സരാ. അതുകൊണ്ട് ജാത്യൈക്യത, ഏകജാതി ആണെന്നുള്ളത് കൊണ്ട് മർത്യാഹ മനുഷ്യർ സാഹോദര്യ വിഭൂതയ സൗഹാർദ്ദ സമ്പന്നന്മാരായി എന്താണ്, സർവൈശ്വര്യ സമായുക്ത സർവൈശ്വര സമ്പൂർണന്മാരായി, വീതമത്സര മത്സരങ്ങൾ ഇല്ലാത്തവരായി വർത്തേരൻ വർത്തിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത്, എല്ലാ മനുഷ്യരുടെയും ജാതി ഒന്നാകിയാൽ എല്ലാവരും മത്സരബുദ്ധികൾ ഇല്ലാത്തവരായി സാഹോദര്യത്തോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കേണ്ടതാണ് എന്നാണ് ഗുരു ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സാഹോദര്യവും മത്സരബുദ്ധി ഇല്ലാതിരിക്കുന്നതും മത്സര്യം ഒക്കെ നമുക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അറിവ് നമ്മളിൽ ഉണരണം. അപ്പോൾ അവിടെ സ്വാർത്ഥത ഇല്ലാതാകും. അപ്പോൾ ഇത് പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നാമെങ്കിലും ഈ ശക്തമായിട്ട് കിടക്കുന്ന സ്വാർത്ഥതയും അതുപോലെ നമ്മളുടെ ഈ പല ലോലമായിട്ടുള്ള വികാരങ്ങളെ എന്തു ചെയ്യാൻ പറ്റും, തീക്ഷ്ണമാക്കുവാനായിട്ട്. അങ്ങനെയാണ് ഈ മതസ്പർദ്ധയും ജാതി സ്പർദ്ധയും ഒക്കെ ആൾക്കാർ വളർത്തി അതൊരു വലിയൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി, നമ്മൾ വളരെ ഉണർവോടുകൂടി ഇരിക്കണം. ഇപ്പോൾ ഗുരുവിൻ്റെ അപ്പോൾ ആ ഉണർവ് നമുക്കുണ്ടാകണമെങ്കിൽ, ജാഗ്രത ഉണ്ടാകണമെങ്കിൽ കൃത്യമായിട്ടുള്ള അറിവ് നമുക്കുണ്ടാകണം, സംശയാതീതമായിട്ടുള്ള അറിവ്. ആ അറിവിലേക്ക് ഉണരാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇത്രയും ശാസ്ത്രീയമായിട്ട്, താത്വികമായിട്ടും ജീവശാസ്ത്രപരമായിട്ടും ജാതിയുടെ
കൃത്യമായിട്ടുള്ള അറിവിനെ നമുക്ക് പറഞ്ഞു തന്നത്. അതല്ലാതെ ആവശ്യമില്ലാത്ത അറിവുകളെ കെട്ടിപ്പൊക്കി നമ്മൾ വീണ്ടും കലുഷമാക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു കാരണവശാലും ഗുരുവിൻ്റെ അനുയായികളായിരിക്കുമ്പോൾ, ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ, ഗുരുവിൻ്റെ ഭക്തന്മാരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനത്തിൽ ആകർഷരാകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മാറ്റേണ്ടത് ഗുരു എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത്. ഗുരുവിൻ്റെ അവതാര ദൗത്യം ജാതി നിർമ്മാർജ്ജനമായിരുന്നു. അപ്പോൾ അതിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ നമ്മളും ആ ഗുരുവിനെ പിൻപറ്റി ഇല്ലാത്ത ജാതിക്ക് വേണ്ടി പോരാടുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായി മാറി നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അങ്ങനെ ഒരു സമത്വസുന്ദരമായ ലോകം കെട്ടിപ്പടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ ഒഴിഞ്ഞുവാക്കണം. അപ്പം നോക്കാം നമുക്ക് ബാക്കി. അടുത്തത് മത നിരൂപണം, മതത്തെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ജാതിയെക്കുറിച്ച് സാമാന്യമായിട്ട് നല്ല രീതിയിൽ, സാമാന്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും ശാസ്ത്രീയമായിട്ട് ഇനി ആർക്കും പറഞ്ഞ് തരാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ തറമാക്കുക, നല്ല എന്താണ് പറയുന്നത്, ശരിക്കും അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് ആലോചിച്ച് ഉറപ്പിക്കുക. നമ്മളിൽ അങ്ങനെ ജാതി ചിന്ത കിടപ്പുണ്ടെങ്കിൽ അത് നിരർത്ഥകമാണ് എന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു ശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗുരുവിനോട് അടുത്ത് നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഗുരുവിൽ നിന്ന് അകന്നകന്നു പോകും. അപ്പോൾ നമുക്ക് ഗുരുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.